അവരുടെ ബെഡുകളിൽ നിന്ന് അവരുടെ ശരീരം ഉയർന്നു വരും. തതജാഫ ജുനൂബുഹും അനിൽ മവാജിഇ, അവർ കിടക്കുന്ന ബെഡിൽ നിന്ന് അവർ എഴുന്നേറ്റ് വരും. യദുഊന റബ്ബഹും, അവരുടെ റബ്ബിനോട് ദുആ ചെയ്യാൻ അഥവാ നമസ്കരിക്കാൻ വേണ്ടി അവർ വരും. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഖൗഫൻ, പേടിയായതുകൊണ്ടാണ്. അള്ളാഹുവിനെ പേടിച്ചിട്ട്, നരകത്തെ പേടിച്ചിട്ട്, ഖബർ ശിക്ഷയെ ഭയപ്പെട്ടിട്ട്, ആ പേടിയിൽ നിന്ന് അല്ലെങ്കിൽ എന്തിനെയാണോ ഭയപ്പെടുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ എഴുന്നേൽക്കുന്നത്. ഇവിടെ ഈ നമസ്കാരം അത് ഫജ്ർ നമസ്കാരമാണ് എന്നാണ് മഹാഭൂരിപക്ഷ മുഫസ്സിരിങ്ങളും പറഞ്ഞിട്ടുള്ളത്. അതേ സന്ദർഭത്തിൽ ഖിയാമുൽ ലൈലും അതിൽ ഉൾപ്പെടും. അത് ഐച്ഛികമാണ്. എന്നാൽ പ്രധാനമായും അതിൽ ഉദ്ദേശിക്കുന്നത് ഫജ്ർ നമസ്കാരമാണ്. കിടന്നുറങ്ങാതെ ഫജ്ർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ്. ഈ പേടി നമ്മളിൽ ഉണ്ടാവണം. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം അത് ഉണ്ടാക്കിയെടുക്കാനും മാർഗങ്ങളുണ്ട്. അതെന്താണത്? ശരിയായ അറിവാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, തൻ്റെ അടിമകളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഇൽമുള്ള അറിവുള്ള ആളുകളാണ്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള കൂടുതൽ അറിവ് നേടൽ, ഖുർആൻ ഓതൽ, അതേപോലുള്ള കാര്യങ്ങളൊക്കെ അതിന് നമ്മെ സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ആ ഫജ്ർ നമസ്കാരത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചുള്ള ചിന്തയും അറിവുമാണ്. അതുകൊണ്ടാണ് അതേ ആയത്തിൽ പറഞ്ഞത് ഖൗഫൻ വ തമഅൻ, പേടിയുമുണ്ട് പ്രത്യാശയുമുണ്ട്. എന്തിനെക്കുറിച്ചാണ് ഈ പ്രത്യാശ? സ്വർഗത്തെ സംബന്ധിച്ചാണ്, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ ഫജ്ർ നമസ്കാരത്തിന് പറയപ്പെട്ട ശ്രേഷ്ഠതകൾ എമ്പാടുമാണ്. അത് വിശദീകരിക്കാൻ 1, 2, 3 ദർസുകൾ മതിയാവുകയില്ല. ഫജ്ർ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകളെ, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വ ഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. അവിടെ സൂര്യൻ ഉദിച്ചത് മുതൽ രാത്രി വരെയുള്ള നമസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് വ ഖുർആനൽ ഫജ്ർ, ഫജ്ർ സമയത്തെ ഖുർആൻ ഖിറാഅത്ത് നമസ്കാരം, അത് ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ, അവിടെ മലക്കുകൾ സാക്ഷികളായിട്ടുണ്ടാകുമെന്നാണ്. ഫജ്ർ നമസ്കാരത്തിനുണ്ടാകും, അസർ നമസ്കാരത്തിനും മലക്കുകൾ പ്രത്യേകം ഉണ്ടാകും. അപ്പോൾ മനുഷ്യരുടെ കാര്യങ്ങൾ രാവിലെ മുതൽ അസർ വരെ നോക്കാൻ ഒരു ടീം മലക്കുകളാണ്. ലഹു മുഅഖിബാത്തു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാ. നമ്മുടെ കാര്യങ്ങൾ സംരക്ഷിക്കാനും നോട്ട് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും വേണ്ടി 2 ഘട്ടങ്ങളിലായിട്ട് അള്ളാഹു മലക്കുകളെ തുടരെ അയക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ടീം സുബൈക്ക് വരും. സുബൈക്ക് വരുമ്പോൾ അസർ മുതൽ ഫജ്ർ വരെയുള്ള ടീം ആകാശത്തേക്ക് പോകും. പിന്നെ മറ്റൊരു ടീമാണ് വരുന്നത്. അപ്പോൾ ഈ 2 ടീമും കൂടി സന്ധിക്കുന്ന സമയമാണ് ഫജ്റും അസറും. പോകുന്നവരും വരുന്നവരും ഒരുമിച്ച് കൂടും. എപ്പോൾ? ഫജ്റിനും അസറിനും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് കൈഫ തറക്തും ഇബാദി, എൻ്റെ അടിമകളെ നിങ്ങൾ എങ്ങനെ വിട്ടേച്ചാണ് വരുന്നത്? അപ്പോൾ അവർ പറയും തറക്നാഹും വഹും യുസല്ലൂൻ വ അതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ പോകുമ്പോഴും അവർ നമസ്കരിക്കായിരുന്നു. എന്താണത്? ഫജ്ർ. ഞങ്ങൾ വരുമ്പോഴും അവർ നമസ്കരിക്കായിരുന്നു. എന്താണത്? അസർ. ഇതേ കാര്യം അസറിൻ്റെ മലക്കുകളും പറയും. ഞങ്ങൾ പോകുമ്പോൾ അവർ നമസ്കരിക്കായിരുന്നു, ഞങ്ങൾ വരുമ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ 2 നമസ്കാരങ്ങളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചുള്ള വളരെ വലിയ ഒരു ഗൗരവപരമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ് ഫലാ യത്ലുബന്നകുമുല്ലാഹു മിൻ ദിമ്മത്തിഹി ബിശൈഇൻ ഫയുദ്രികഹു ഫയകുബ്ബഹു ഫീ നാരി ജഹന്നം. ഒരാൾ സുബൈ നമസ്കരിച്ചാൽ അന്നേ ദിവസം അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷനിലായിരിക്കും ആ വ്യക്തി. അള്ളാഹു ദിമ്മത്ത് കൊടുത്ത ആളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ മെനക്കെട്ടാൽ ആ വ്യക്തിയെ അള്ളാഹു നരകത്തിൽ എറിയുന്നതാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഫജ്ർ നമസ്കരിച്ച ഒരു വിശ്വാസിയെ ഉപദ്രവിക്കുന്നവനെ അള്ളാഹു കൈകാര്യം ചെയ്യുന്നത് അത്രക്ക് വലിയ പ്രൊട്ടക്ഷനാണ്, ചെറിയ പ്രൊട്ടക്ഷനല്ല. ഫജ്ർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്ന ഒരാളുടെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുന്നത്, അള്ളാഹുവിൻ്റെ ദിമ്മത്ത് നിന്ന് ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു വെറുതെ നിൽക്കുമോ? പോകട്ടെ. ഉദാഹരണമായി പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു നാട്ടിലെ മാന്യനായൊരു വ്യക്തി, മാന്യനായ കുലീനനായ, രക്ഷയും ശിക്ഷയുമൊക്കെ നടപടികളൊക്കെ എടുക്കാൻ പവറുള്ള അധികാരമുള്ളൊരു വ്യക്തി, ആ വ്യക്തി ഒരാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു, നീ എൻ്റെ സംരക്ഷണത്തിലാണെന്ന്. എന്നിരിക്കെ ആ സംരക്ഷണം ഭേദിച്ച് അയാളെ ഉപദ്രവിക്കാൻ ഒരാൾ വന്നാൽ ഈ മാന്യനായ വ്യക്തി അത് നോക്കി നിൽക്കുമോ? കൈകാര്യം ചെയ്യും. എങ്കിൽ അള്ളാഹുവിൻ്റെ കാര്യം എത്ര വലുതാണ്. അതുകൊണ്ട് തന്നെ സുബൈ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ച ഒരാളുടെ പ്രൊട്ടക്ഷൻ അള്ളാഹു ഏറ്റെടുക്കും. അയാൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ മെനക്കെട്ടാൽ പോലും അള്ളാഹു അയാളെ പിടികൂടുന്നു.
മറ്റൊരു ഹദീസിലുള്ളത് ലൻ യലിജന്നാറ അഹദുൻ സല്ല ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഗുറൂബിഹ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസ്തമിക്കുന്നതിന് മുമ്പുമുള്ള നമസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ അവർ നരകത്തിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഫജറാണ്, അസ്തമിക്കുന്നതിന് മുമ്പ് അസർ നമസ്കാരമാണ്. സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണാൻ ഭാഗ്യം ലഭിക്കുന്നത് ഫജറും അസറും നമസ്കാരങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിലനിർത്തി പോരുന്ന ആളുകൾക്കാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾക്ക് അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഫജർ നമസ്കാരവും അസർ നമസ്കാരവും മിസ് ചെയ്യരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ ശംസ് സുമ്മ സല്ല റകഅതൈൻ കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ താമ്മത്തിൻ താമ്മത്തിൻ താമ്മ. ഹസനായ ഹദീസാണിത്. വ്യത്യസ്തങ്ങളായ ത്വരീഖുകളിലൂടെ വന്നിട്ടുണ്ട്. ഉലമാക്കൾ ഇത് സ്വീകാര്യയോഗ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഫജ്ർ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ തന്നെ ഇരുന്ന് പിന്നീട് ഇഷ്റാഖിൻ്റെ 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചാൽ ഒരു ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിച്ചതിൻ്റെ പ്രതിഫലം എന്നാണ്. താമത്തൻ 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 എന്ന് 3 തവണ പറഞ്ഞത് സംശയിക്കേണ്ട. ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്താലുള്ള കൂലി എത്രയാണ്? അത്രയും പ്രതിഫലമാണതിന്. അതിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്, മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, ജമാഅത്തായി സുബഹി നമസ്കരിക്കണം, എന്നിട്ടിരിക്കണം. സ്ത്രീകൾക്കതിൽ ഇളവുണ്ട്. സ്ത്രീകൾ വീട്ടിൽ വെച്ച് നമസ്കരിച്ചിരുന്നാലും അവർക്കിതേ പ്രതിഫലമാണ്. കാരണം അവർക്ക് പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കൽ നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ ഈ നിലക്കുള്ള വേറെയും ധാരാളം കാര്യങ്ങൾ അതിലുണ്ട്. ഈ പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഗൗരവമുള്ളൊരു വിഷയമുണ്ട്. ഒരാളുടെ ഈമാനിൻ്റെ അടയാളമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഫജ്ർ നമസ്കാരവും അസർ നമസ്കാരവും ജമാഅത്തായി നിർവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നബിയുടെ കാലഘട്ടത്തിൽ ഹൃദയത്തിൽ നിഫാഖുള്ള എന്നാൽ പുറത്ത് മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞിരുന്ന മുനാഫിക്കുകൾ പോലും ഈ 2 വക്തിലും വരാൻ പ്രത്യേകം കഠിനമായി അധ്വാനിച്ചിരുന്നു. അവരെ കൊണ്ട് കഴിയില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്രയും പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അവർ സുബൈക്കും ഫജറിനും വരാൻ ശ്രമിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന അസ്ഖല സ്വലാത്തിന അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്ർ. മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും കഠിനമായ ഭാരമേറിയത് ഒന്ന് ഇശാ നമസ്കാരം, മറ്റൊന്ന് ഫജ്ർ നമസ്കാരം. കാരണം ഇശാന് പങ്കെടുക്കുന്നതിന് മുമ്പേ കിടന്നുറങ്ങുക. അതേപോലെ തന്നെ ഫജ്റിനും. വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വ. ഇശാ നമസ്കാരത്തിലും ഫജ്ർ നമസ്കാരത്തിലും പങ്കെടുക്കുന്നതിൻ്റെ പ്രാധാന്യം അവർ അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിലെഴിഞ്ഞുകൊണ്ട് വരെ അവർ പള്ളിയിൽ വരുമായിരുന്നു. മുട്ടിൽ എന്ന് പറഞ്ഞാൽ നടക്കാൻ കഴിയുന്നില്ല, പക്ഷെ മുട്ടിലെഴിഞ്ഞ് നടക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ പള്ളിയിലേക്ക് വരുമായിരുന്നു, ഇതിൻ്റെ പ്രാധാന്യം അവർ അറിഞ്ഞിരുന്നെങ്കിൽ. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വലഖദ് ഹമംതു അൻ ആമുറ ബിസ്സലാത്തി ഫതുഖാമ സുമ്മ ആമുറ റജുലൻ ഫയുസല്ലി ബിന്നാസി സുമ്മ അൻതലിഖ മഈ ബിരിജാലിൻ മഅഹും ഹുസമുൻ മിൻ ഹതബിൻ ഇലാ ഖൗമിൻ ലാ യശ്ഹദൂന അസ്സലാ ഫഉഹർരിഖ അലൈഹിം ബുയൂതഹും ബിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് തോന്നിപ്പോയി, റസൂലുള്ളാഹി പറയാണ്, എനിക്ക് തോന്നിപ്പോയി നമസ്കാരത്തിന് ഒരാളെ ഇമാമാക്കി നിർത്തിയിട്ട് ഞാനും കുറച്ച് ആളുകളും ജമാഅത്തിൽ പങ്കെടുക്കാത്ത ആളുകളുടെ വീട് അന്വേഷിച്ചു പോയി അവരെ ആ വീട്ടിലിട്ട് തന്നെ ചുട്ട് കരിച്ച് കളയാൻ എനിക്ക് തോന്നിപ്പോയി. കാരണം അതെത്ര വലിയ ശിക്ഷയാണ്. റഹ്മത്തുല്ലിൽ ആലമീനായ റസൂലുള്ള പറയാണ്, അവരെ വീട്ടിലിട്ടിട്ട് ആ വീടോടെ കരിച്ച് കളയാൻ എനിക്ക് തോന്നിപ്പോകുന്നു. ലാ യശ്ഹദൂന സ്വലാ, അവർ നമസ്കരിക്കാൻ വരാത്ത ആളുകളാണ്. നമസ്കരിക്കാൻ പള്ളിയിൽ വരാത്തവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അതാണ് യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅ. അതിലെ പേടിയും വേണം, അതിലെ പ്രതീക്ഷകളും വേണം. ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് അത് ഫജ്ർ നമസ്കാരത്തിലും മറ്റും പങ്കെടുക്കാൻ നമ്മെ സഹായിക്കുന്നതാണ്. മൂന്നാമത്തത് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടാവണം. എണീറ്റാ പോവാ, ഇല്ലെങ്കിൽ കിടക്കാം എന്നല്ല, മറിച്ച് എനിക്ക് ഫജ്ർ നമസ്കാരം നഷ്ടപ്പെടരുത്, ഒരു കാരണവശാലും എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെടരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ അത്തരം ആളുകളെ അള്ളാഹു സഹായിക്കും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ഷ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. ഇഖ്ലാസുള്ള അടിമയായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചു, ആ തിന്മയിൽ നിന്ന് തടഞ്ഞു. എന്നതുപോലെ ഒരാൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ
അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അമലുകൾ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫജ്ർ നമസ്കരിക്കണം ജമാഅത്തായി എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും അതിന് സാധിക്കും, അതിൽ പങ്കെടുക്കാൻ കഴിയും. എന്നാൽ ആത്മാർത്ഥമായ ഈ ആഗ്രഹമില്ലാതെ ഉദ്റുകൾ തേടുന്നവർക്കാണെങ്കിൽ, അഥവാ എങ്ങനെ നമസ്കരിക്കാതിരിക്കാം, ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാം, അതിന് എനിക്ക് ഉദ്റുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ന്യായങ്ങൾ കാണുകയും ജമാഅത്തിൽ നിന്ന് അവർ അകന്നു നിൽക്കുകയും ചെയ്യുന്നതാണ്. അത് പാടില്ല. നാലാമത്തത് അള്ളാഹുവിനോട് അൽ ഇസ്തിആനത്തു ബില്ലാഹ്, അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം ആത്മാർത്ഥമായി. റബ്ബേ എന്നെ നീ സഹായിക്കണേ. റബ്ബി ജഅൽനി മുഖീമസ്സലാ. നോക്കൂ, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാ, പടച്ചോനെ എന്നെയും എൻ്റെ മക്കളെയും വമിൻ ദുർരിയത്തി, എൻ്റെ മക്കളെയും നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണമേ. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ എന്താ പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു, ആ ഇബാദത്ത് ചെയ്യാനുള്ള സഹായതട്ടവും നിന്നോട് മാത്രം ഞങ്ങൾ നടത്തുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഇസ്തിആന, ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോൾ മാത്രം എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ ഇത് സാധ്യമല്ല. എല്ലാവരും ബാങ്ക് കേൾക്കുന്നവരാണ്, പക്ഷേ എല്ലാവർക്കും പള്ളിയിൽ പോകാനുള്ള തൗഫീഖ് ഉണ്ടാവില്ല. ഫജ്ർ ബാങ്ക് കേൾക്കാത്തവരല്ല പള്ളിയിൽ പങ്കെടുക്കാത്തത്, കേട്ടുകൊണ്ട് ഉറങ്ങുന്നവരാണ് മഹാഭൂരിപക്ഷവും. അപ്പോൾ തൗഫീഖ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം തരും. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനാണ്. അള്ളാഹു തീർച്ചയായും നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ദുആ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുകയും ജമാഅത്ത് നമസ്കാരത്തിന് അള്ളാഹു നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അഞ്ചാമത്തത്, തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന്, ഹറാമുകൾ ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം. എങ്കിലേ 5 വക്ത് നമസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു സഹായിക്കുകയുള്ളൂ. ഹറാമ് ചെയ്യുന്നവർക്ക് ജമാഅത്ത് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് സൂറത്തുൽ മുഅ്മിനൂൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കൂ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇലാ ആഖിരിഹി. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമസ്കാരക്കാർക്ക് അവർക്ക് വിജയമുണ്ട്, അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തരാണ്, അവർ അനാവശ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ് എന്നാണ്. അവിടെ ലഘുവ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം മ്യൂസിക്, കവിത, കാവ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. മഹാഭൂരിപക്ഷവും ഇന്ന് മ്യൂസിക്കിലാണ്, അങ്ങനെ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ അവർക്ക് എങ്ങനെ ഫജ്ർ നമസ്കരിക്കാനും മറ്റു ജമാഅത്തുകൾക്ക് പങ്കെടുക്കാനും സാധിക്കുന്നു? ലഘുവിനോട് ഇറാദില്ലെങ്കിൽ നമസ്കാരത്തോടും താല്പര്യം കുറയുമെന്നാണ്. അതിനു പുറമെ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു, അവർ അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ശരിക്കും ശ്രദ്ധിക്കുക, തഖ്വയെയും ഈമാനിനെയും ലൈംഗിക അരാജകത്വം ഇല്ലാതാക്കുന്നത് പോലെ വേറൊരു മാഅസിയത്തും ഇല്ലാതാക്കുന്നില്ല. ശ്രദ്ധിക്കുക, ഒരാൾ ലൈംഗിക വിഷയങ്ങളിൽ അധർമ്മകാരിയാണെങ്കിൽ അയാളുടെ കണ്ണ്, അയാളുടെ കാത്, അയാളുടെ ഹൃദയം, അയാളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നിഷിദ്ധമാക്കിയ അത്തരം കാര്യങ്ങളിലാണെങ്കിൽ അവരിൽ നിന്ന് ഈമാനും തഖ്വയും വളരെ വേഗം എടുക്കപ്പെട്ടു പോകുന്നതാണ്. അവർക്ക് ഈ പറഞ്ഞതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. നമസ്കാരത്തോടൊക്കെയുള്ള ആ ഖുശൂഅ്, ഭക്തി നഷ്ടപ്പെടാനുള്ള കാരണങ്ങളിലൊന്ന് അനാവശ്യങ്ങളിൽ ഏർപ്പെടലാണ്. രണ്ടാമത്തത് തോന്നിവാസങ്ങൾക്ക് താല്പര്യം കൊടുക്കലാണ്. അതുകൊണ്ട് ഫജ്ർ നമസ്കാരവും മറ്റു ജമാഅത്തുകളും ഭംഗിയായി നിർവഹിക്കണമെങ്കിൽ അവരെന്ത് വേണം? ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. മറ്റ് നന്മകൾ ചെയ്യുന്നവരാണെങ്കിൽ പോലും അതവർക്ക് തടസ്സമാകും. ഉലമാക്കൾ പറഞ്ഞത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഒരു ഉരുള കഴിച്ചാൽ കഴിക്കാൻ പാടുള്ള നല്ല ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് അത് അയാളെ തടയും. കാരണം പിന്നീട് അയാൾ രോഗിയായി മാറും. പാടില്ലാത്ത, ശരീരത്തിന് രോഗമുണ്ടാക്കുന്ന ഒരു ഭക്ഷണം അല്പമാണ് കഴിക്കുന്നതെങ്കിലും അതിലൂടെ നഷ്ടപ്പെടുന്നത് ഒരുപാട് നല്ല ഭക്ഷണങ്ങളും റാഹത്തുമാണ്. എന്നതുപോലെ ഹറാമായ കാര്യം എത്ര ചെറുതാണെങ്കിലും അതിലൂടെ ഒരുപാട് സൽക്കർമ്മങ്ങളുടെ മധുരം അങ്ങ് നഷ്ടപ്പെട്ടു പോകും, ഹൃദയം രോഗിയായി പോകും. അതുകൊണ്ട് ഹറാമുകളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കണം. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തത്, ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചാൽ തന്നെ ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിക്കണം. ഇസ്തിഗ്ഫാറും സൽക്കർമ്മം ചെയ്യലും തമ്മിൽ ഒത്തുപോകുന്നൊരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകളെ നന്നാക്കി തരും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. കാരണം പാപങ്ങൾ പൊറുക്കപ്പെടുമ്പോഴാണ് അമലുകൾ നന്നായിത്തീരുന്നത്. അതുകൊണ്ടാണ് സയ്യിദുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ സിറ്റിങ്ങിൽ പോലും 100
തവണയിലധികം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്ന ആളായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇസ്തിഗ്ഫാർ എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് നമ്മളുടെ രോഗം, ഹൃദയത്തിൻ്റെ രോഗം ഇല്ലാതെയാകും. സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല അദുല്ലുക്കും അല ദാഇക്കും വദവാഇക്കും, നിങ്ങൾക്കൊരു രോഗമുണ്ട്, ഒരു മരുന്നുണ്ട്, അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അല ഇന്ന ദാഅക്കുമു ദുനൂബ്, നിങ്ങളുടെ രോഗം എന്ന് പറയുന്നത് ഹറാമ് ചെയ്യലാണ്, തെറ്റുകൾ ചെയ്യൽ രോഗമാണ്. വദവാഅക്കും അൽ ഇസ്തിഗ്ഫാർ, അതിൻ്റെ മരുന്ന് ഇസ്തിഗ്ഫാറാണ്. അപ്പോൾ തെറ്റുകൾ ചെയ്താൽ അതൊരു നമ്മളുടെ ശരീരം രോഗാതുരമാകും. രോഗാതുരമായി കഴിഞ്ഞാൽ, ഒരാൾ രോഗിയായാൽ അമലുകൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇസ്തിഗ്ഫാർ കൊണ്ട് മനസ്സിലുള്ള പൈശാചികമായ രിജിസുകൾ, മ്ലേച്ഛതകളൊക്കെ നീങ്ങിപ്പോകും, ഹൃദയം ശുദ്ധിയായിത്തീരും. അപ്പോൾ അമലുകൾ ചെയ്യാൻ ഒരു ആവേശം ഉണ്ടാകും. അതുകൊണ്ട് ധാരാളമായി തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിച്ചാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ഫജ്ർ നമസ്കാരം പ്രത്യേകിച്ചും മറ്റു നമസ്കാരങ്ങളും നിലനിർത്താൻ സാധിക്കും. ഏഴാമത്തത്, സൽക്കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. കാരണം ഒരു അമല് മറ്റൊരു അമലിനെ തേടും. ഒരു നന്മ നന്മയെ വിളിക്കും, ഒരു തിന്മ തിന്മയെ വിളിക്കും. ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ പിന്നെ 2 തെറ്റ് ചെയ്യും, പിന്നെ 3 തെറ്റ് ചെയ്യും, പിന്നെ ഒരുപാട് തെറ്റ് ചെയ്യും. എന്നാൽ ഒരു നന്മ ചെയ്താൽ പിന്നീട് മറ്റൊരു നന്മ ചെയ്യാൻ തോന്നും, പിന്നെ വീണ്ടും ഒരു നന്മ ചെയ്യാൻ തോന്നും. അള്ളാഹു മനുഷ്യൻ്റെ മനസ്സിനെ അങ്ങനെയാണ് ക്രമീകരിച്ചത്. വല്ലദീന ജാഹദൂ ഫീന ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രമിച്ചാൽ പിന്നെ ഒരുപാട് വഴികൾ നിങ്ങൾക്ക് ഞാൻ തുറന്നു തരുന്നതാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങളിലാണ് നമ്മൾ പകൽ മുഴുവൻ. സൽക്കർമ്മങ്ങളിലാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഖിയാമുൽ ലൈൽ നമസ്കരിക്കാനും അതേപോലെ തന്നെ മറ്റു ഇബാദത്തുകൾക്കും സാധിക്കും. നമ്മൾ സാധാരണ നമസ്കരിക്കാതിരിക്കാൻ പറയാറുള്ള ന്യായം എന്താണ്? പകലൊരുപാട് ജോലി തിരക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞ എന്താണ്? ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല വദ്കുരിസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല. നബിയെ, താങ്കൾക്ക് പകലിൽ ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് രാത്രി ഒന്നുകിൽ രാത്രി പകുതി അല്ലെങ്കിൽ കുറച്ച് ഭാഗം ഒഴികെ ബാക്കി മുഴുവൻ നിസ്കരിച്ചോന്ന്. പകൽ ഒരുപാട് ജോലിയുണ്ട്, അതുകൊണ്ട് നന്നായി കിടന്നുറങ്ങിക്കോന്നാണോ? അല്ല, പകൽ ഒരുപാട് മറ്റു കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് രാത്രിയിൽ നമസ്കരിച്ചോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കാരണം പകലിലെ റസൂലുള്ളാഹിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദഅവത്താണ്, ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള തൗഫീഖ് ഉണ്ടാകും. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് പകല് നിരതമാണോ എങ്കിൽ രാത്രികളെയും ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുവാൻ നമുക്ക് സാധിക്കും. എട്ടാമത്തെ കാര്യം, നേരത്തെ തന്നെ കിടന്നുറങ്ങുക. നാമൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഒരു വിഷയമാണത്, പ്രത്യേകിച്ചും പ്രവാസികളായ ആളുകൾ. അത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രവാസികളായതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണമെന്ന ഒരു നിയമം പോലെ പലപ്പോഴും നമ്മൾ അതിനെ കരുതുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യക്റഹു നൗമ ഖബല അൽ ഇശാ. ഇശാ നമസ്കരിക്കാതെ കടന്നുറങ്ങുന്നത് പ്രവാചകൻ വെറുത്തിരുന്നു. വൽ ഹദീസ ബഅദഹ, എന്നാൽ ഇശാ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ വർത്തമാനം പറഞ്ഞിരിക്കുന്നതും അള്ളാഹുവിൻ്റെ റസൂൽ വെറുത്തിരുന്നു. കറാഹത്താണ്. എന്താണ് ആ കറാഹത്ത് കൊണ്ടുള്ള ഉദ്ദേശം? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, വത്തഫഖൽ ഉലമാ, പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണ്, അലാ കറാഹത്തിൽ ഹദീസ് ബഅദഹ ഇല്ലാ മാ കാന ഫി ഖൈരിൻ. വർത്തമാനം പറയൽ, അലാ കറാഹത്തിൽ ഹദീസി ബഅദഹ, ഇശാ നമസ്കാരത്തിന് ശേഷം വർത്തമാനം പറയൽ കറാഹത്താണെന്നതിൽ ഉലമാക്കൾക്ക് ഏകാഭിപ്രായമുണ്ട്. ഇല്ലാ മാ കാന ഫീഹി ഖൈർ, ഖൈറായ വല്ല സംസാരവുമാണെങ്കിൽ, ദീനിയായ കാര്യങ്ങൾ സംസാരിക്കൽ, ചർച്ച, മീറ്റിംഗ്, ദർസ്, ഇതൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ അതിനെ ചെലവഴിക്കുവാൻ പാടില്ലാത്തതാണ് എന്നാണ്. മാത്രമല്ല ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം പറയുന്നു, വസബബു കറാഹത്തിൽ ഹദീസി ബഅദഹ അന്നഹു യുഅദ്ദി ഇല സഹർ. ഇശാ നമസ്കാരത്തിന് ശേഷം സംസാരത്തോട് അനിഷ്ടം കാണിക്കാനുള്ള കാരണം അത് ഉറക്കം നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കും. വയുഖാഫു മിൻഹു ഗലബത്തൻ നൗം, വൈകി ഉറങ്ങിയാൽ പിന്നെ ഒരാൾ അവസാന സമയത്തേക്ക് നന്നായി ഉറങ്ങും. അങ്ങനെ അൻ ഖിയാമിൽ ലൈൽ, അയാൾക്ക് ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ പറ്റൂല. അവി ദിക്രി ഫി, അല്ലെങ്കിൽ രാത്രിയിൽ ദിക്ർ ചൊല്ലാൻ പറ്റൂല. അല്ലെങ്കിൽ ഔ അൻ സ്വലാത്തി സുബ്ഹി ഫി വഖ്തിഹൽ ജായിസ്, അനുവദിക്കപ്പെട്ട സമയത്തിൻ്റെ ഉള്ളിൽ ഫജ്ർ നമസ്കരിക്കാനും കഴിയില്ല. കാരണം രാത്രി ഒരുപാട് വൈകി വെറുതെ അവിടെയും ഇവിടെയും പോയി വർത്തമാനം പറഞ്ഞിരുന്നും മറ്റു കാര്യങ്ങൾക്കൊക്കെ സമയം ചെലവഴിക്കുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ TV-കൾ കണ്ടും ചാനലുകൾ കണ്ടും പാട്ടുകൾ കേട്ടും അതേപോലെയുള്ള സിനിമകൾ കണ്ടുമൊക്കെ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഫജ്ർ നമസ്കരിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നേരത്തെ തന്നെ കിടന്നുറങ്ങിയാലേ ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് നമസ്കരിക്കാനും സുബൈ നമസ്കരിക്കാനൊക്കെ കഴിയുള്ളൂ. നിങ്ങളൊന്ന് നേരത്തെ ഉറങ്ങി നോക്കൂ. നമ്മുടെ ഒക്കെ അനുഭവങ്ങളാണ്. നമ്മൾ നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ എഴുന്നേൽക്കും, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. പിന്നെ നമുക്ക് നമസ്കരിക്കാനും ദിക്ർ ചൊല്ലാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും വൈകി ഉറങ്ങുന്നതാണ് ഒരു പ്രയാസകരമായ കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒമ്പതാമത്തത്,
ത്വഹാറയോടുകൂടി കിടന്നുറങ്ങണം. വുളുവോടുകൂടി കിടന്നുറങ്ങാൻ പരമാവധി പരിശ്രമിക്കുക. ജനാബത്തുകാർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് അപ്പോൾ കുളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുളി നീട്ടാം, പക്ഷേ വുളുവെങ്കിലും എടുക്കണം എന്നാണ്. ജനാബത്തുകാരായ ആളുകൾ വുളുവെങ്കിലും എടുത്തുകൊണ്ട് കിടന്നുറങ്ങേണ്ടതാണ്. അങ്ങനെ വുളു എടുത്ത ഒരാൾ ഉറങ്ങുമ്പോൾ നേരം വെളുക്കുന്നത് വരെ ഒരു മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. നേരം വെളുക്കുന്നത് വരെ വുളുവോടുകൂടി ഉറങ്ങുന്ന ഒരാൾക്ക് വേണ്ടി മലക്ക് ദുആ ചെയ്യും. എന്നാൽ വുളു ഇല്ലാതെയാണ് ഒരാൾ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കൂ, എത്രയോ ഒരു സമയത്തുള്ള മലക്കിൻ്റെ ആ ഒരു ദുആ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിലൊരു മടിയും കാണിക്കാതെ വുളു എടുത്തുകൊണ്ട് കിടന്നുറങ്ങും. ഇനി കുളിച്ച് തന്നെയാണ് ഉറങ്ങാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഉറങ്ങലാണ് ഖൈർ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമാനത്ത് നിറവേറ്റലാണ്. എന്നിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, അമാനത്ത് നിറവേറ്റൽ എന്താണെന്നറിയാമോ? എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അൽ ഗുസ്ലു മിനൽ ജനാബ, ജനാബത്ത് കുളിക്കലാണ്. അതെന്താ ജനാബത്ത് കുളിക്കൽ അമാനത്ത് നിറവേറ്റലാവുന്നത്? കാരണം പലരും പരീക്ഷിക്കപ്പെടുന്നത് അതാണ്. രാവിലെ നല്ല തണുപ്പുള്ള സമയമായിരിക്കും, ആ സമയത്ത് കുളിച്ച് പള്ളിയിലേക്ക് പോകാൻ തോന്നാത്തത് കൊണ്ട് അവർ മടിയായി അങ്ങനെ തന്നെ ആ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ജനാബത്ത് കുളിച്ചുകൊണ്ട് തന്നെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വുളുവോടുകൂടി കിടക്കുക. അങ്ങനെ ശുദ്ധിയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ഫജ്ർ നമസ്കാരം നഷ്ടപ്പെടുകയില്ല. 10ാമത്തത് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഉറങ്ങുന്നതിന് മുമ്പ് രാത്രി നമസ്കാരത്തിൽ നിന്നൊരൽപ്പം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ എനിക്കൊരു വസിയത്ത് നൽകിയിട്ടുണ്ട്, ഞാൻ മരിക്കുന്നവരെ അത് ഉപേക്ഷിക്കൂല എന്നാണ്. എന്താണത്? ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നമസ്കരിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറ്റ് തഹജ്ജുദൊന്നും നമസ്കരിച്ചിട്ടില്ല എന്നാണ്? ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നമസ്കരിച്ച് ഖലാസ് അല്ല, അദ്ദേഹം സുദീർഘമായി രാത്രി നമസ്കരിച്ച ആളാണ്. പക്ഷേ ഈ വിത്ർ ആദ്യം നമസ്കരിക്കും, പിന്നെ ഈരണ്ടായി അവർ നമസ്കരിച്ചിരുന്നു. അപ്പോൾ എന്തിനാണ് വിത്ർ നമസ്കരിച്ച് കിടക്കുന്നത്? അത് ഇൻഷാ അള്ളാഹ് അതൊരു ഉന്മേഷമാണ്, അതൊരാവേശമാണ്. ആ നമസ്കാരത്തോടു കൂടി ഒരാൾ കിടക്കുമ്പോൾ ബാക്കി നമസ്കരിക്കുവാനുമുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. അല്ലെങ്കിൽ ഒരു 2 റക്അത്ത് നമസ്കരിച്ച് ബാക്കി പൂർത്തിയാക്കുക, അല്ലെങ്കിൽ വിത്ർ നമസ്കരിച്ച് കിടന്നിട്ട് പിന്നീട് തഹജ്ജുദ് ഈരണ്ടായി നമസ്കരിക്കുക. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 11ാമത്തത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് വേണം കിടക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ദിക്റുകൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദിക്റുകളുടെ പ്രത്യേകത, അത് ചൊല്ലിക്കിടന്നാൽ രാവിലെ ആവുന്നതിന് മുമ്പ് ഒരാൾ മരിച്ചു പോയാൽ സ്വർഗത്തിലാണ്. നിങ്ങൾ നോക്കൂ, എത്ര വാർത്തകളാണ് ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ. 2-ലധികം എൻ്റെ ഓർമ്മയിൽ രാവിലെ വിളിച്ചപ്പോൾ ഉപ്പ എഴുന്നേൽക്കുന്നില്ല. നമ്മുടെ ഏറ്റവും അടുത്ത പ്രവർത്തകരായ നമുക്കറിയാവുന്ന ആളുകൾ രാവിലെ വിളിച്ചപ്പോൾ എഴുന്നേൽക്കുന്നില്ല, മരിച്ചിരിക്കുന്നു. ഉറങ്ങാൻ കിടന്നത് ജീവനോടെയാണ്, പക്ഷെ റൂഹിന് അള്ളാഹു തിരിച്ചു കൊടുത്തില്ല. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലതീ ലം തമുത് ഫീ മനാമിഹ. ഉറങ്ങുമ്പോൾ അള്ളാഹു റൂഹിനെ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിക്റുകളും തൗഹീദുകളൊക്കെ പ്രഖ്യാപിച്ച് കിടന്നുറങ്ങിയാൽ എത്ര സുഖമുണ്ട്. അതുകൊണ്ട് ആയത്തുൽ കുർസി മറന്നു പോകരുത്. ശൈത്താൻ അടുക്കൂല. ആമന റസൂൽ സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്ത്, പിശാച് ആ വൈക്ക് വരൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ തന്നെ ഇഖ്ലാസ്, ഫലഖ്, നാസ് 3 തവണ ഓതിയിട്ട് ശരീരത്തിൽ തടവുക. പിന്നെ വേറെയും വലിയ സൂറത്തുകളുണ്ട്, പക്ഷേ സൂറത്തുൽ മുൽക്കുണ്ട്. പക്ഷേ ഇതൊക്കെ ചെറിയ ചെറിയ ആയത്തുകളാണ്, എല്ലാവർക്കും പതിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ഒരുപാട് ദിക്റുകളുണ്ട്. മാക്സിമം ആ ദിക്റുകളോടുകൂടി കിടന്നുറങ്ങുന്ന ഒരാൾക്ക് ഇൻഷാ അള്ളാഹ് ഫജ്ർ നമസ്കാരം നഷ്ടപ്പെടുകയില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. 12ാമത്തത്, അഖീറൻ അവസാനത്തത്, വേറെയും ഒരുപാട് കാര്യങ്ങൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു മുഖ്തസറാണ് ഇവിടെ പറയുന്നത്. 12ാമത്തത്, നമുക്ക് സാധിക്കുന്ന എല്ലാ ഭൗതികമായ വസീലകളുടെയും സഹായം തേടാം. അലാറം വെക്കുക, മൊബൈൽ ഫോണിലുണ്ട്, അല്ലാത്ത ഏതെല്ലാം അലാമുകളുണ്ടോ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ ഉപയോഗപ്പെടുത്താം. വിളിക്കണമെന്ന് പറയാം, ഫജ്റിന് നീ എഴുന്നേൽക്കും, എന്നെയും കൂടി വിളിക്കണേ. ഭാര്യയോട് പറയാം, മക്കളോട് പറയാം. അങ്ങനെ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന ആളുകളോടൊക്കെ നമ്മൾ അതിനു വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ വിഷയത്തിൽ സഹായിക്കുക. ഫജ്റിനെ എഴുന്നേൽക്കാൻ സഹായിക്കുക, ഇണകളെ സഹായിക്കുക, മക്കളെ സഹായിക്കുക. ആ നിലക്കുള്ള സഹായങ്ങളും അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും നമ്മൾ കിടക്കുന്നതിൻ്റെ ദൂരെ മാറ്റി വെക്കുക. നമുക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റണം, അപ്പോൾ അലസതയൊന്നും മാറും. കിടക്കുന്നിടത്തിൽ തന്നെ ആണെങ്കിൽ ഓഫാക്കി കിടക്കും പല ആളുകളും. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിൽപ്പെട്ടതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉലമാക്കൾ പറഞ്ഞതുപോലെ ബാങ്ക് വിളി കേൾക്കുന്നിടത്ത് താമസിക്കാൻ ശ്രദ്ധിക്കുക. പള്ളിക്കടുത്ത് വീടുണ്ടാവാൻ ശ്രദ്ധിക്കുക. ബാങ്ക് വിളി കേൾക്കാത്ത സ്ഥലത്താണ് വീടെങ്കിൽ പലപ്പോഴും ജമാഅത്തിൽ പോവാനും സുബൈക്ക് പങ്കെടുക്കാനും താല്പര്യം ഉണ്ടാവില്ല. കാരണം ബാങ്ക് കേൾക്കുന്നില്ല. ബാങ്ക് വിളിക്കുമ്പോൾ പിശാജ് അകന്നു പോകുന്നുണ്ട്. ബാങ്ക് കേൾക്കാത്തടത്തിൽ പിശാജ് അകന്നു പോകുന്നില്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ പിശാജ് ഓടിപ്പോകുന്നു.
ഇപ്പോൾ ബാങ്ക് വിളി കേൾക്കാത്ത സ്ഥലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിശാചുക്കൾ അങ്ങോട്ടാണ് ജമ്മാവുക. ബാങ്ക് കൊടുക്കുന്നിടത്തുനിന്ന് ബാങ്ക് കേൾക്കാത്തിടത്തിലേക്ക് വരും. അപ്പോൾ നമ്മളുള്ളിടത്തിലേക്കാണ് വരിക എന്നർത്ഥം. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പിശാചുക്കളെ അകറ്റുന്ന സ്ഥലങ്ങൾ അഥവാ മസ്ജിദുകളോടടുത്ത് പോയി നമ്മൾ എന്ത് ചെയ്യണം? താമസിക്കണം. മാത്രമല്ല നമസ്കരിക്കാത്ത ആളുകളുള്ള റൂമിൽ നിന്ന് എത്രയും പെട്ടെന്ന് താമസം മാറ്റുകയും വേണം. കാരണം നമ്മളുടെ കൃത്യനിഷ്ഠത അങ്ങോട്ട് പോകുന്നതിനേക്കാൾ അവരുടെ രോഗം ഇങ്ങോട്ട് പകരാനാണ് സാധ്യത. ഇപ്പോൾ റൂമിലുള്ള ആളുകളൊക്കെ കിടന്നുറങ്ങുന്നവരാണെങ്കിൽ അവരുടെ കൂടെ നാമും ഉറങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് കൃത്യമായി പള്ളിയിൽ പോകുന്ന ആളുകളുടെ കൂടെ താമസിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവുക. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ 5 വക്ത് നമസ്കാരവും പ്രത്യേകിച്ച് ഫജ്ർ നമസ്കാരം ഒക്കെ വളരെ കൃത്യമായി ജമാഅത്തായി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ.